Do you really mentor students or just throw pre-recorded content at them? പ്രീ റെക്കോർഡഡ് കോണ്ടന്റുകൾ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം ഓൺലൈൻ സെഷൻസിൻ്റെ ഒക്കെ കേസ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്താലും അറ്റ് ദ ടൈം ഒന്നല്ലെങ്കിൽ രണ്ടാൾക്കാർ രണ്ടിൻ്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വളരെയധികം ആൾക്കാരെ കേറ്റർ ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഡൗട്ടാണ്, ഇപ്പോൾ ഒരു 30ഓളം ആൾക്കാരൊക്കെ ഒരു ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് ഉണ്ടെന്നുണ്ടെങ്കിൽ 30 ആൾക്കാരെ നമ്മൾ ഡിസൈനിങ് പഠിപ്പിക്കുന്നത്. ഡിസൈനിങ് പഠിപ്പിക്കുമ്പം 30 ആൾക്കാർക്ക് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെ നമുക്ക് ആ 30 ആൾക്കാരുടെ ഡൗട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഓൺ എ റിയൽ ടൈം ബേസിസ് മേ ബി ഒരു അറ്റ് ദ ടൈം ഒരു 7 അല്ലെങ്കിൽ 10 ആൾക്കാരൊക്കെ നമുക്ക് ഓഫ്ലൈൻ പോലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു രീതി. ഞങ്ങൾ ഒത്തിരി ആൾക്കാർ അങ്ങനെ കേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എല്ലാ മാസവും നമുക്ക് ഇൻടേക്കും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മന്ത് ടു മന്ത് ബേസിസിലായതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു 60-100 പേരൊന്നും ഇരുത്തുള്ള ഫെസിലിറ്റി ഇല്ല, കുറച്ചേ ഉള്ളൂ. വി ഫോക്കസ് മോർ ഇൻ ഏജൻസി വർക്ക്. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്.